ഒരുങ്ങി കഴിഞ്ഞീരന്റെ സൂറാബിയെ. ആ കഴിഞ്ഞുമാ, ഇത് വരണേ. ആകെ 4-5 ആൾക്കാർ പോയിട്ട് ആ പെണ്ണിനണ്ട് കൂട്ടിക്കൊണ്ടിരുന്ന പരിപാടിയല്ലേ ഉള്ളൂ. അതിനാണ് മുഖത്ത് ഇങ്ങനെ കുമ്മായ അടിച്ചു കൂട്ടുന്നത്. കുമ്മായ എന്റെ പൊന്നാരമ്മ, ആകെ 4-5 ആൾക്കാർ കൂടിയിട്ട് നൂറാനെ മാറ്റാനും ഒരുക്കാനും പോണത്. അതിൽ മെയിനായിട്ട് പോണത് ഞാനാണ്. അപ്പൊ പിന്നെ ഞാൻ ഒരുങ്ങണ്ടേ? എന്നോട് അറിയാത്ത പറഞ്ഞിരിക്കണത് ഷെരീഫിന്റെ ഒരു പെങ്ങളെ സ്ഥാനത്തായിട്ട് നിന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കണം എന്നാ. പിന്നെ കല്യാണം ഉണ്ടായതിന് എന്റെ കാരണം കൊണ്ടല്ലേ. അപ്പൊ എല്ലാവരും ഇന്നല്ലേ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ നന്നായിട്ട് ഒരുങ്ങില്ലെങ്കിൽ അതിന്റെ കുറച്ചൊരു ഉമ്മാക്കും കൂടിയല്ലേ. നിങ്ങളെന്താ അത് മനസ്സിലാക്കാത്തത്? ഇജും ജസീനൊക്കെ അല്ലേ പുതിയനെ ഒരുക്കാൻ പോണ പെണ്ണുങ്ങള്. നിങ്ങളെ ഒരുക്കത്തിന് ഇത്രേ നേരം കുടിച്ചെങ്കിൽ ആ പെണ്ണിനെ ഒരുക്കി ഇങ്ങോട്ട് കൊല്ലുമ്പോത്തിന് പാതിരാത്രി കെജ്വല്ലേ റബ്ബേ. അതില്ലമ്മ, നൂറാക്കേ മേക്കപ്പ് ഓർണമെന്റ്സ് ഒന്നും ഇടരുതെന്ന് അറിയാത്ത പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അറിയാലോ, ഷെരീഫാക്ക് ഒരു വിധം പറഞ്ഞിട്ട് അമരുവിന്റെ കാര്യം ആലോചിച്ച് മാത്രം സമ്മതിച്ചതായി കല്യാണത്തിന്. അതിൽ കൂടെ ഓളങ്ങനെ മാറ്റി ഒരുക്കിങ്ങാനും കൊണ്ടുവേണ്ട വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ എങ്ങനെ പൊട്ടിത്തെറിക്കാന്ന് അറിയില്ലെന്നാ അറിയാത്ത പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മാറ്റി ഒരുക്കും കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ജസ്റ്റ് പോയിട്ട് ആ കൊണ്ടായ തുണി കുപ്പായിട്ട് കൊടുത്തിട്ട് കൊടുത്താൽ മതി എന്നാ പറഞ്ഞത്. പണ്ടങ്ങളൊന്നും കിട്ടന്നെ ചെയ്യരുത് വന്നിട്ട്. ഷെരീഫാക്കാക്ക് ഇതൊരു കല്യാണമാണെന്നുള്ള ഫീലിംഗ് ഉണ്ടാവരുത് എന്നാണ് ഷെരീഫാക്കാൻ്റെയും മറിയാത്താൻ്റെ ഒക്കെ ഓർഡർ. അതുകൊണ്ട് പിന്നെ ഓളെ മേത്ത് വല്ലാണ്ടൊന്നും ഞങ്ങൾ പരീക്ഷിക്കൂല. അതിന് ഞങ്ങൾ എന്തായാലും ഒരുങ്ങണ്ടേ റബ്ബേ. പിന്നെ അറിയാലോ, ഷെരീഫാക്കൊന്ന് പെണ്ണാണാൻ പോകാൻ സമ്മതിച്ചത് തന്നെ നൂറാനോടൊന്ന് ഉള്ളു തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് തന്നെ ഓളോടുള്ള കാര്യം വിട്ടും പറഞ്ഞേക്കണത്ര. ആമയുടെ സ്ഥാനത്തേക്ക് നൂറാൻ എങ്ങനെ അതുപോലെ കാണാൻ ഏത് കാലത്താ പറ്റാന്നൊന്നും പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് അതുവരേക്കും ക്ഷമിക്കാനും സഹിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കല്യാണത്തിന് സമ്മതിച്ചാൽ മതി. പിന്നെ മാത്രമല്ല, ഭാര്യ എന്നുള്ളതിനേക്കാളും ഇവര് അമലിനെ ഒരു ഉമ്മ എന്നുള്ളൊരു സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഈ കല്യാണം തന്നെ വിട്ടും പറഞ്ഞേക്കണെന്ന് പറഞ്ഞു. ആ കാര്യം ഓർത്തോണ്ട് തന്നെയാണല്ലോ ഷെരീഫ് ഇപ്പൊ ഇതിന് സമ്മതം മൂളിയത് തന്നെ. കല്യാണം വരെ എത്തി എന്തായാലും കാര്യങ്ങൾ. ഇനിയെങ്കിലും സമാധാനത്തോടുള്ളൊരു ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു ഒറ്റങ്ങൾക്ക് 2 കുടുംബത്തിനും. ഒക്കെ ഉണ്ടാവും മാ. ഷെരീഫാക്കാക്ക് 100 വാക്ക് കൊടുത്തിട്ടുണ്ടെന്നാ ഓളിനോട് പറഞ്ഞത്. അമലിന്റെ ഉമ്മാന്റെ സ്ഥാനത്തേക്ക് ഇനി എന്ന് ഓൾ തന്നെ ഉണ്ടാവുമെന്ന്. അത് മാത്രമല്ല, ആമയുടെ സ്ഥാനത്തേക്ക് എന്നാണ് നൂറനെ കാണാൻ പറ്റണേ അതുവരെ ഓൾക്കൊരു പരാതിയും പരിഭവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അമലിനെ ഓളൊരു ഉമ്മായിട്ട് തന്നെ നോക്കിക്കോളാന്ന് ഷെരീഫാക്കാക്ക് വാക്ക് കൊടുത്തിക്കണത്രേ. അത് കേട്ടപ്പോഴാണ് ഒരു സമാധാനമായത്. നമ്മളായിട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ, ഒരു പ്രശ്നമില്ലാണ്ട് ഇരുന്നാൽ മതിയായിരുന്നു. ആ കുട്ടിക്ക് ഉമ്മാന്ന് വിളിച്ചാൽ വേറൊരാളുണ്ടാവൂലല്ലോ. ഒക്കെ റബ്ബിന്റെ ഓരോ തീരുമാനങ്ങള്. ഞങ്ങൾ നടക്കൂടി ഉമ്മ. ഞാൻ ഈ സ്കാർഫും കൂടി ഒന്ന് റെഡിയാക്കിയിട്ടേ വാതിലും കൂട്ടിട്ടുണ്ട് വരാം. ഞങ്ങൾ മക്കളായിട്ട് നടന്നോളൂ. എന്നാ ഞാൻ മക്കളായിട്ടാണ്ട് പോട്ടെ. അന്നെ കാത്തു നിന്നിട്ടുണ്ടെങ്കിലേ ഒറ്റങ്ങൾ ആ കുട്ട ഉപ്പായൊക്കെ ഇപ്പൊ കഴിച്ചോളൂ. ഓരോ തലക്കല്ലെങ്കിൽ തന്നെ അയക്കൽ കൊടുത്തി. ഒന്ന് വേഗം നോക്കിയിട്ട് വന്നൂടെ. വാതില് നല്ല കൂട്ടിക്കാളട്ടാ. ഇനിയിപ്പൊ പെണ്ണ് വന്നിട്ടല്ലേ നമ്മളിട്ട് പോരുള്ളൂ. നല്ലോ അടച്ചു കൂട്ടിക്കാള. നിങ്ങൾ ആ മാക്സ് കൊണ്ടിട്ടാ പോണുമ്മാ. ഞാൻ മാറ്റി അപായൊക്കെ നോക്കി. ഞാൻ ഈ മാക്സി മുണ്ടൊക്കെ മതി. ആകെ 4-5 ആൾക്കാർ പരിപാടിയല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ അപായും വലിച്ചിട്ട് പോകണം. നമ്മളെ പെര പോലത്തെ പെരന്നെയല്ലേ. അതൊന്നും കുഴപ്പമില്ല. ഇജെന്തായാലും എൻ്റെ മൊത്ത കുമ്മായൊക്കെ തേക്കല് വേണ്ട വന്നൂട്. ഒറ്റങ്ങൾ ഇനി പോവാൻ നേരം വെക്കണ്ട. ആകെ ഇതും ജെസ്സിയും 2 പെണ്ണുങ്ങളല്ലേ പോണുള്ളൂ. നേരം വെക്കിക്കണ്ട. വേണ്ട വായട്ടാ. അപ്പൊ വരാ.
പെണ്ണ് വന്നിട്ടാ. വേഗം ചെന്നുകാണ്ട് അതിന്റെ കജ്ജും കുടിച്ച് ബിസ്മി ചൊല്ലി അറിയാത്ത പ്രായമായത് നന്നായി ഉള്ളുണ്ട് ജെസ്സിയെ. അതുകൊണ്ട് ആ കുട്ടീനായിട്ട് നന്നായിട്ട് എൻ്റെ അടുത്തോളൂ വേഗം. സൂറാബിയെ അമ്മലൂട്ടിനെ വിളിച്ച ആ മറിയാത്ത ഇപ്പൊ വിളിക്കാം. വെല്ലിമാടെ കുട്ടി ഇവിടെ വന്ന മോളെ നൂറ, ഉമ്മയുടെ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ അറിയാം. എന്നാലും ഞാൻ എൻ്റെ സമാധാനത്തിന് വേണ്ടി പറയാം. ഇതാണ് എൻ്റെ ശരീരത്തിൻ്റെ ജീവൻ. ഈ പൈതലിന് വേണ്ടിയിട്ടാ ഓനിപ്പോൾ ഈ കല്യാണം കഴിക്കാൻ തന്നെ തയ്യാറായത്. ഇന്ന് തൊട്ടിട്ട് എൻ്റെ കുട്ടീനെ ഞാൻ അന്നെ ഏൽപ്പിക്കുക. ഇന്ന് മുതൽ ഇജാണ് ഇതിൻ്റെ ഉമ്മ. എൻ്റെ കുട്ടീനെ പൊന്നുപോലെ നോക്കിയോണം. ഒരു ഉമ്മാൻ്റെ സ്നേഹദ്വരത്തിന് കിട്ടിയിട്ടില്ലേ, അത് മുഴുവൻ ജിഞ്ഞതിന് കൊടുക്കണം. ഒക്കെ അറിയാമ്മ, ഒരു കുട്ടിയില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് വേദന ഒറ്റപ്പെടുത്തലും അനുഭവിച്ചോളാം ഞാൻ. അതിനൊക്കെ പരിഹാരമായിട്ട് റബ്ബക്ക് തന്ന മോനായിട്ട് ഞാൻ അമലിനെ കാണുന്നുള്ളൂ. ഇന്ന് തൊട്ടിട്ട് മരണം വരെ അമലിൻ്റെ സ്വന്തം മോനായിരിക്കും. അമലുട്ടിയെ ആരാ ഇരിക്കണമെന്ന് മനസ്സിലായ? ഞാൻ ആരാ മനസ്സിലായ അമലുവിന്? ഞാനേ അമലുവിന്റെ ഉമ്മയാണ്. അമലുവിന്റെ സ്വന്തം ഉമ്മച്ചി. കേട്ടാ മതി ഉമ്മാക്ക്. അതെ, ഉമ്മ കുട്ടിയുടെ ഉമ്മച്ചി. അത് ഇനി തൊട്ടിട്ട് ഉമ്മ കുട്ടി ഉമ്മക്ക് പറഞ്ഞതൊക്കെ കേൾക്കണട്ടാ. വല്യമാടെ കുട്ടി ഇനി ഉമ്മാന്ന് വിളിക്കേണ്ടത് ഈ ഉമ്മാനെയാണ്. ഉമ്മ പറഞ്ഞതൊക്കെ അനുസരിക്കണം. ഇതാരെന്റെ ഉമ്മച്ചി. Papa jualan gorengnya mati. Papa jualan gorengnya mati. Jualan gorengnya mati. വെല്ലിമാട് കുട്ടി ഉറങ്ങിക്കോ. പപ്പ കുറച്ച് കഴിയുമ്പോ വരും. അപ്പൊ ഒരാളെ കാണാൻ പോയതല്ലേ. ഉറങ്ങിക്കോ കുട്ടി. ആ എന്താ ഇവിടെ വെല്ലിനും പേരക്കുട്ടിയും കൂടി ഒച്ചവിളിയൊക്കെ? അമലുട്ടി ഉറങ്ങിയില്ലേ? ഒന്നും പറയണ്ട എന്റെ പൊന്നാര നൂറ. ഓക്ക് ചില നേരത്തെ ഒരു കിറുക്കിറക്കാൻ പുറപ്പെട്ടാണ്ടല്ലോ. പിന്നെ ആര് പിടിച്ചൊരു കാര്യം. ഇപ്പൊ സെരീഫ് വന്നിട്ട് ഉറങ്ങിയാൽ മതി എന്നും പറഞ്ഞ് വാശി വെച്ച് കണ്ടെടുക്കാം. ഓനൊരു കൂട്ടുകാരനെ കാണാൻ പോയതല്ലേ. വെല്ലിമാട് കുട്ടി ഉറങ്ങിക്കോ. അപ്പൊ കുറച്ച് അതാണ് പ്രശ്നം. ഇന്ന് തൊട്ടിട്ട് അമലുട്ടീനെ ഉമ്മച്ചിയാണല്ലോ ഉറക്കി കൊടുക്കണത്. അല്ല അമലുട്ടിയെ? അമലുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഉറക്കി കൊടുക്കുന്നതും ഒക്കെ അന്ന് മുതൽ ഈ ഉമ്മച്ചിയാണ് അല്ലേ?